അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളല്ലാതെ വേറൊരാൾക്കും അവിടെ സ്വാധീനമില്ല, വേറൊരാൾക്കും അവിടെ നിയന്ത്രണ അവകാശമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. സുന്ദരന്മാരായ മക്കളെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. സുന്ദരിമാരായ മക്കളെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക്, ഈ കാരുണ്യങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ നന്ദി കാണിക്കണോ? നന്ദി കാണിക്കാൻ വേണ്ടി അല്ലാഹു തആല പല ഭാഗങ്ങളിലായി നമ്മളോട് പറയുന്നുണ്ട്. നന്ദി കാണിക്കുന്നതായ വിഭാഗമായി നമുക്ക് മാറണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആധുനിക മുസ്ലിമിനെ കുറിച്ച് ഹബീബായ തങ്ങൾ എന്താ പറയുന്നത്? ലോകം തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഇന്ന് ലോകത്തിന്റെ ഇടിപ്പുകളും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ലോകത്തിന്റെ സ്പന്ദനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മോഡേൺ ജേർണലിലൂടെ, മോഡേൺ അറിവുകളിലൂടെ മുഅ്മിനീങ്ങളെ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. വികസന വിപ്ലവങ്ങൾ ഉണ്ടാകുകയാണ് ലോകത്ത്. എന്തിനധികം എന്നറിയുമോ? അടുത്ത ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത്, ലോകത്തുള്ള മനുഷ്യർ അവിടെ ടൂറിസ്റ്റായി പോകാൻ ആഗ്രഹിക്കുന്നത് ബഹിരാകാശത്തുള്ള ആകാശ തലങ്ങളിലുള്ളതായ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്കാൾ അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായത്രേ. ചരിത്ര റിപ്പോർട്ടുകൾ നമ്മളോട് പറയുകയാണ്. അവിടത്തേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ട് ആള് കാത്തുകയാണ്. പോകില്ല എന്ന് നമ്മളാരും പറയുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തെ മാതൃകാദർശിനിയായി വന്നതായ ഒരു മാതൃകാ മതത്തിന്റെ അനുയായി എന്നുള്ള നിലക്ക് നമ്മൾ ആരും പറയുന്നില്ല മനുഷ്യന് ചൊവ്വയിലേക്ക് പോകാൻ കഴിയില്ല, മനുഷ്യന് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ ഖുർആനിന്റെ പ്രഥമ വചനങ്ങൾ എന്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്തത് പഠിപ്പിച്ചു അല്ലാഹ്. മനുഷ്യൻ അറിയാത്തതെല്ലാം പഠിപ്പിക്കുന്നു അല്ലാഹ്. മനുഷ്യന് വിവരം നൽകുന്നവൻ അല്ലാഹ്. മനുഷ്യന് ചിന്താശേഷി നൽകുന്നവൻ അല്ലാഹ്. മനുഷ്യന് ബുദ്ധിശക്തി നൽകുന്നത് അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഖുർആൻ അങ്ങനെയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ മുന്നിലേക്ക് നൽകുകയാണ്, അഡ്വാൻസ് ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലേക്ക് നൽകുകയാണ്, അഡ്വാൻസ് നോളജ് നമ്മുടെ മുന്നിലേക്ക് നൽകുകയാണ്. ഇതാ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ നമ്മുടെ മുന്നിലേക്ക് തുറന്നു തരികയാണ്. ഇന്നലെയുടെ അറിവില്ലായ്മ ഇന്നിന്റെ അറിവാണ്, ഇന്നിന്റെ അറിവില്ലായ്മ നാളെയുടെ അറിവാണ്. ഇന്ന് നമ്മൾ മൊബൈൽ എടുത്തിട്ട് അതിന്റെ സംവിധാനങ്ങൾ നോക്കുമ്പോ, അതിലുള്ള ഫെസിലിറ്റി നമ്മൾ നോക്കുമ്പോ അതിനേക്കാളും ഏറ്റവും ഉയർന്നതായ ഫെസിലിറ്റി ഉള്ള മൊബൈല് ലോകത്തിന്റെ ഏതോ ഭാഗത്ത് ഇറങ്ങിക്കഴിഞ്ഞ എന്റെ മുഅ്മിനീങ്ങളെ, ഞാനിത് പറഞ്ഞു വരുന്നത് ടെക്നോളജിയുടെ കാര്യത്തിൽ ലോകത്തെ വികസനത്തിന്റെ കാര്യത്തിലേക്ക് ലോകം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനധികം എന്നറിയുമോ? ഇതാ ആധുനിക ലോകം നമ്മുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ടാബ്ലറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊന്ന്. എന്ന് പറഞ്ഞാൽ രാവിലെ നേരങ്ങളിൽ നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ കഷ്ടപ്പെട്ട് പത്തിരി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ പത്തിരിയും കറിയും കഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ മിനറൽസ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ഈ സാധനങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിന് അഭിവാജ്യ ഘടകമാണ്. അതിനാണ് നമ്മൾ പോഷകാഹാരം എന്ന് പറയുക. പോഷകാഹാരം ശരീരത്തിലേക്ക് കയറിയാലേ ശരീരത്തിന്റെ ദിനചര്യ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ സാധനങ്ങളൊക്കെ അതിന്റെ എസൻസ് എടുത്തുകൊണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് ഒരു ടാബ്ലറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ ടാബ്ലറ്റ് ആയിട്ട് വിപണിയിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി, ലഞ്ചിന്റെ ടൈം ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി, അതേപോലെ ഡിന്നറിന്റെ ടൈം ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി. ഈ രീതിയിൽ ടെക്നോളജി ലോകത്ത് പടർന്ന് പന്തലിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മനുഷ്യന്റെ ധാർമ്മിക വശങ്ങൾ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ധാർമ്മിക മേഖല എന്ന് പറയുന്നത് കുത്തഴിഞ്ഞു പോവുകയാണ്, തകർന്ന് തരിപ്പണമായി പോവുകയാണ്. എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമാകുകയാണ്. ഉമ്മയെ തിരിച്ചറിയാതെ ലോകോ, പാപ്പയെ തിരിച്ചറിയാതെ ലോകോ, തന്റെ സഹോദരിമാരെ തിരിച്ചറിയാതെ ലോകോ, പെണ്ണേത് ആണേത് എന്ന് തിരിച്ചറിയാതെ ലോകോ, അയൽവാസിയോട് കടപ്പാടിനെ കുറിച്ച് അറിയാതെ ലോകോ, കാരുണ്യത്തിന്റെ സാന്ത്വനത്തിന്റെ ഹസ്തങ്ങൾ നീക്കാതൊരു ലോകോ, ധാർമ്മിക